ഈ സംവാദത്തിൽ ഞാനൊരു ഓഫർ മുമ്പോട്ട് വെക്കുകയാണ്. ഞാൻ ഈ സംവാദത്തിൽ തോറ്റു എന്ന് പരസ്യമായി സംവദിക്കാനും അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന് അക്സെപ്റ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടാനും തയ്യാറാണ്. ഒരൊറ്റ ചോദ്യത്തിന് അദ്ദേഹം പറയുകയുണ്ടായി, ഇന്ത്യയിലൊരു കോടതി ഖുറാൻ ബാൻ ചെയ്തു, ഖുറാൻ്റെ വേഴ്സ് ബാൻ ചെയ്തു. നിങ്ങൾ കേട്ട് കാണും. അത് ഏത് കോടതിയാണെന്നൊന്ന് പറയാം. 1986 ഇതിനൊരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഞാൻ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. രാജ്യത്ത് എന്തുകൊണ്ട് കലാപങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള തലക്കെട്ടിൽ ഖുറാനിലെ 24 ആയത്തുകൾ, ഞാൻ നേരത്തെ 27 എന്നാണ് പറഞ്ഞത്, ഓർമ്മപ്പശ കാണും, 24 ആയത്തുകൾ. 24 ആയത്തുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ ഡൽഹിയിലും ഉത്തർപ്രദേശിലും മറ്റ് പലയിടങ്ങളിലായിട്ട് ഒട്ടിച്ചു വെച്ചിരുന്നു പല ആളുകളും ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പോസ്റ്ററിൻ്റെ പുറകിലുള്ള ആൾക്കാർ ആരാണെന്ന് പോലീസ് അന്വേഷിക്കുന്നു. എന്നിട്ട് 2 പേര്, ഇന്ദ്രസേൻ ശർമ്മ, രാജ്കുമാർ ആര്യ എന്ന് പറയുന്ന 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. IPC സെക്ഷൻ 151A, 295A ഈ 2 വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഫയൽ ചെയ്യുന്നത്. അവസാനം 86 ജൂലൈ 31 ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് ES ലോഹത്ത് പുറപ്പെടുവിച്ച വിധിന്യായത്തിലാണ് ഞാൻ ഈ പറഞ്ഞ സംഗതി വരുന്നത്. അതായത് ഇവർ ഈ പോസ്റ്ററിൽ 24 ആയത്തുകൾ കൊടുത്തിട്ടുണ്ട്. 24 ആയത്തുകൾ കൊടുത്തിട്ട് ഇതെല്ലാം ഞാൻ നേരത്തെ കുറച്ച് ആയത്തുകൾ വായിച്ചല്ലോ, അതുപോലെയുള്ള ആയത്തുകളാണ്. അത് വായിച്ചിട്ട് അവർ പറഞ്ഞിരിക്കുന്ന സംഗതി പോസ്റ്ററിൽ ഇങ്ങനെയാണ് പിന്നെ പറഞ്ഞത്, ഇത്തരത്തിലുള്ള മറ്റ് നിരവധി ആയത്തുകൾ ഇതിലുണ്ട്. ഇവിടെ ഞങ്ങൾ 24 ആയത്തുകൾ മാത്രമാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ശത്രുത, വിദ്വേഷം, വെറുപ്പ്, വഞ്ചന, തട്ടിപ്പ്, കലഹം, കൊള്ള, കൊലപാതകം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകളാണ് ഈ ആയത്തുകൾ നൽകുന്നത് എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തും ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും തമ്മിൽ കലാപം നടക്കുന്നത്. ഖുർആൻ മജീദിലെ മേൽപ്പറഞ്ഞ 24 ആയത്തുകളിൽ മറ്റ് മതവിശ്വാസികൾക്കെതിരെ പോരാടാൻ മുസ്ലിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ആയത്തുകൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം, പ്രത്യേകം ശ്രദ്ധിക്കണം, പോസ്റ്ററിലുള്ളതാണ്, ഈ ആയത്തുകൾ ഖുർആനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാൻ കഴിയില്ല. അപ്പോൾ ഈ പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഭയങ്കര ആ സമയത്ത് ഇതായിരുന്നു, ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് ഈ കേസ് വരികയാണ്. ഡൽഹി മെട്രോപൊളിറ്റൻ ജുഡീഷ്യൽ കോടതിയിലേക്ക് വരികയാണ്. അവിടെ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം പ്രോസിക്യൂഷൻ വാദിച്ചത് ഇങ്ങനെയുള്ള ആയത്തുകളൊന്നും ഖുറാനിലില്ല എന്നാണ്. ഇല്ലാത്ത ആയത്തുകളാണ് ഇവർ പോസ്റ്ററിൽ അടിച്ചതെന്നാണ്. പക്ഷേ ഇവർ പ്രതികൾ സമ്മതിച്ചൊന്നുമില്ല. അവർ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഉള്ള ആയത്തുകളൊക്കെ തന്നെയാണ്. അപ്പോൾ കോടതി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ, അവിടെയുള്ള പല ഇസ്ലാമിക വിഭാഗക്കാർക്കും നോട്ടീസ് അയച്ചു. ഈ വിഷയത്തിൽ വന്നിട്ട് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം. ഇത് ഖുറാനിൽ ഉള്ള ആയത്തുകളാണോ അല്ലയോ? കാരണം ഇവർക്ക് ജഡ്ജിക്ക് അറബി അറിയില്ലല്ലോ. അപ്പോൾ അറബിയിലുള്ള സാധനമാണോ അല്ലയോ എന്ന് പറയണമെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ ആൾ പോലും വന്നില്ല. ഇസ്ലാമിക പക്ഷത്തു നിന്നേ കോടതി സമൻസ് അയച്ചിട്ട് ഒരൊറ്റ ആൾ പോലും വന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇവർ പ്രതികൾ വേറെ നിവൃത്തിയില്ല, അവരാണല്ലോ നിരപരാധിത്വം തെളിയിക്കേണ്ടത്. അവർ ഈ അവിടുത്തെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന് പറയുന്ന ആൾ പരിഭാഷപ്പെടുത്തിയ ഖുറാൻ്റെ കോപ്പി കൊണ്ടുവന്ന് ഹിന്ദിയിലുള്ള കോപ്പി കൊടുത്തു. അപ്പോൾ ഇത് കോടതി ഹിന്ദിയിൽ വായിച്ചെങ്കിലും പറയും അറബി എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഹിന്ദിയിൽ ഇങ്ങനെയുണ്ട്, ഇത് അറബി എങ്ങനെയാണെന്ന് അറിയാം. വീണ്ടും വിളിച്ചു, ഇവരാരും വന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ ചില പണ്ഡിതന്മാരെയൊക്കെ, അതായത് ഇസ്ലാമിക പണ്ഡിതന്മാരല്ലാത്ത അറബിയൊക്കെ അറിയാവുന്ന ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അറബി അറിയാമല്ലോ, അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ കോടതി കൊണ്ടുവന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് മൂലഭാഷയിലുള്ള കാര്യമാണ്, അത് അങ്ങനെ തന്നെയാണ് പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് കോടതി ഈ നിലപാട്, ഇവരുടെ നിലപാടെന്താണ്? ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല, ഇത് നീക്കം ചെയ്യണമെന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോടതി പറഞ്ഞ് ഇവർക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, ഇവരുടെ നിലപാട് ശരിയാണെന്ന് പറഞ്ഞു. മനസ്സിലായോ? 1986 വിധി. ഈ 2021 കേസല്ല. ഇപ്പം അത് എനിക്കറിയാം, നമ്മൾ ഈ വിഷയം പഠിക്കുന്ന ആൾക്കാരാണ്. ഇത് ഏത് കാലഘട്ടത്തിൽ ആര് പോയി എന്നൊക്കെ അറിയാം. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇതുണ്ട്. അതായത് ഇവരുടെ നിലപാട് ശരിയാണെന്ന് കോടതി പറഞ്ഞു, പക്ഷേ വിധി പുറപ്പെടുവിച്ചില്ല. ഈ നിലപാട്, ഈ ആയത്തുകൾ ഖുറാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം ഈ രാജ്യത്തും ലോകത്തും സമാധാനം ഉണ്ടാവില്ല, മുസ്ലിങ്ങളും തമ്മിൽ എന്നും കലഹമായിരിക്കും എന്ന് പറഞ്ഞ ആ നിലപാട് കൃത്യമാണ്. അതിൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.